ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി ബാങ്കിങ് മലയാളം യൂട്യൂബ് ചാനൽ. ഞാൻ വൈശാഖ് മാധവൻ. നമുക്ക് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ന്യൂസ്, അതായത് ബാങ്കിങ് മേഖലയിലേക്ക് ജോലി ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക്, സ്റ്റുഡൻസിന് വളരെ ഹാപ്പി ആയിട്ടുള്ള ന്യൂസ് ഈ കുറച്ച് ദിവസങ്ങളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. എന്താണത്? IBPS RRB നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. അത് വെറുതെ വിളിച്ചിട്ട് മാത്രമല്ല, സാധാരണ പോലെ ഉള്ളതിനേക്കാൾ കൂടുതൽ വേക്കൻസിയാണ്. ക്ലർക്കൽ ലെവലിലേക്ക് ഏകദേശം 100 വേക്കൻസി കേരള ഗ്രാമീൺ ബാങ്കിലേക്ക്. ഓഫീസർ പോസ്റ്റിലേക്ക് ഏകദേശം 195, 200-നടുത്തുള്ള വേക്കൻസികളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വേക്കൻസീസ് ഇനി വേണമെങ്കിൽ കൂടാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ വട്ടം ലഭിച്ചിരിക്കുന്നത് ഒരു വലിയൊരു അവസരമാണ്, വലിയൊരു വാതിലാണ് നിങ്ങളുടെ മുന്നിൽ തുറന്നിട്ടിരിക്കുന്നത്. ജസ്റ്റ് പഠിച്ചാൽ മതി. ഇപ്പം തന്നെ എക്സാം അപ്ലൈ ചെയ്യാനൊക്കെ വരുന്നുണ്ട്. ഈ മാസം ലാസ്റ്റോട് കൂടിയൊക്കെ എന്തായാലും വേഗം തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റിലേക്ക് അടുക്കാതൊക്കെ തന്നെ അപ്ലൈ ചെയ്യാം. അപ്പോൾ എക്സാം നിങ്ങളുടെ പടിവാതിൽക്കലിൽ എത്തിക്കഴിഞ്ഞു, അതിൽ യാതൊരു സംശയവുമില്ല. എന്നാണ് പ്രിലിമിനറി നടക്കാൻ പോകുന്നത്? അത് ആഗസ്റ്റിലാണ്. ഓഫീസ് അസിസ്റ്റൻറ്റിലേക്കും PO എന്ന് പറയുന്ന ഓഫീസർ സ്കെയിൽ 1 പോസ്റ്റിലേക്കും ആഗസ്റ്റിൽ എക്സാം എന്തായാലും നടക്കും. ഇതിപ്പോൾ മെയ് ആയി അല്ലേ? മെയ് ഏകദേശം കഴിയാറായി. ജൂൺ, ജൂലൈ ഏകദേശം നിങ്ങളുടെ മുന്നിൽ ഒരു 3 മാസത്തിൻ്റെ അടുത്തേ ഉള്ളൂ. എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പറേഷനൊക്കെ നടത്തുന്നുണ്ടാവും, നന്നായിട്ട് പഠിക്കുന്നുണ്ടാവും. കഴിഞ്ഞ വട്ടത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടാവും അല്ലേ. വേറൊന്നും കൊണ്ടല്ല, സാധാരണ നമ്മളുടെ IBPS RRB എക്സാം എന്താ? 40 മാർക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും, പ്രിലിംസിൻ്റെ കേസാണ് ഞാൻ പറയുന്ന മക്കളെ. 40 മാർക്ക് റീസണിങ് അടക്കം 80 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓഫീസർ അസിസ്റ്റൻറ്റിനും ഓഫീസർ സ്കെയിൽ 1-നും 45 മിനിറ്റാണ്. നിങ്ങൾക്കൊരു കോമ്പോസിറ്റ് ടൈമാണ്, ഇൻഡിവിജ്വൽ ടൈമിംഗ് ഒന്നുമില്ല. ആ സമയത്തിനുള്ളിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യണം. കാരണം അന്ന് കട്ട് ഓഫ് ഒക്കെ വളരെ ഹൈ ആയിരുന്നു. ക്ലർക്കിന് ഏകദേശം 76 എബോവ്, POക്ക് ഏകദേശം 63, 60 ആ റേഞ്ചിലൊക്കെ ആയിരുന്നു. പക്ഷേ കഴിഞ്ഞ വട്ടം എന്ത് ചെയ്തു? പാറ്റേണിൽ ചെറിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. എന്താണ് ആ മാറ്റം എന്നുള്ളതല്ലേ? വേറൊന്നുമല്ല. എന്താണ് ആ മാറ്റം സംഭവിച്ചേ? എക്സാം കുറച്ച് ടഫായിരുന്നു. POൻ്റെ എക്സാം അതെ, ക്ലർക്കിൻ്റെ എക്സാം അതെ, കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. നിങ്ങൾ ആരും പേടിക്കണ്ട. എക്സാം ടഫായിരുന്നു, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ എക്സാം ടഫായതുകൊണ്ട് കട്ട് ഓഫിലൊക്കെ ചെറിയ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തായിരുന്നു കഴിഞ്ഞ വട്ടത്തെ കട്ട് ഓഫ്? അതിനെക്കുറിച്ച് ചെറിയൊരു ഐഡിയ തരാനായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് നമ്മളുടെ ടോപ്പിക്കിലേക്ക് പോണേക്കാൾ മുന്നേ, നമ്മളുടെ IBPS RRB എക്സാം മാത്രമല്ല, അതിന് പിന്നൊക്കെയായിട്ട് ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്. IBPS PO ക്ലർക്ക്, SBA PO ക്ലർക്ക്, പിന്നെ ഒരുപാട് ഇൻഷുറൻസ് എക്സാംസും നമ്മളുടെ അതർ ബാങ്ക്സ് എക്സാംസും RBI എക്സാംസും എല്ലാം ബാക്ക് ടു ബാക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാത്തിനുമായിട്ട് നമ്മളുടെ എൻട്രിയിൽ ഗോൾഡ് ബാച്ച് ഓൾറെഡി റൺ ചെയ്യുന്നുണ്ട്, പുതിയ ബാച്ചുകൾ തുടങ്ങുന്നുണ്ട്. അതുകൂടാതെ IBPS RRBക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു സ്പെഷ്യൽ ബാച്ചും റൺ ചെയ്യുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്കുള്ള ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിലേക്കൊക്കെ അറിയാനായിട്ട് ഈ കാണുന്ന നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. 7736122215 എന്നുള്ള നമ്പർ നോട്ട് ചെയ്ത് വെച്ചോ. അതിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നമ്മളുടെ കൗൺസിലിംഗ് ടീം അതങ്ങോട്ട് ക്ലിയർ ആക്കി തരും. എന്ത് കാര്യം വേണമെങ്കിലും നിങ്ങൾക്ക് ഇവരുടെ അടുത്ത് ചോദിക്കാം. എത്ര സമയം വേണമെങ്കിലും എടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങളുടെ ഫുൾ ഡൗട്ടും കാര്യങ്ങളും ക്ലിയർ ചെയ്ത് തരും. എക്സാമിനെ കുറിച്ചായിക്കോട്ടെ, കോഴ്സിനെ കുറിച്ചായിക്കോട്ടെ, ഇനി വരാൻ പോകുന്ന എക്സാമിനെ കുറിച്ചായിക്കോട്ടെ, എങ്ങനെയാണ് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത്, എല്ലാം A to Z കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും. ജസ്റ്റ് നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? നമ്മളുടെ ബാച്ചുകൾ നടക്കുന്നത് 4 ലെവലായിട്ടാണ്. ഇവിടുത്തെ ബാച്ചിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? പ്രിലിംസിന് വേണ്ടി മാത്രമല്ല പ്രിപ്പറേഷൻ, അഡ്വാൻസ്ഡ് ലെവല് മെയിൻസിന് വരെയുള്ള പ്രിപ്പറേഷൻ ഉണ്ട്. ഇൻക്ലൂഡ് എന്താണ്? ഗ്രൂപ്പ് ഡിസ്കഷനും ഇൻ്റർവ്യൂവിനുള്ള കോച്ചിങ്ങും ഈ ബാച്ചിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബാങ്ക് ജോലി കിട്ടാനായിട്ട് എന്തൊക്കെയാണോ വരുന്നത്, എക്സാമിന് എന്തൊക്കെയാണോ ചോദിക്കുന്നത്, ഏതൊക്കെ ലെവലാണോ ഉള്ളത്, അതെല്ലാം
കംപ്ലീറ്റ് ആയിട്ടും ഇവിടെ പഠിപ്പിച്ചു തരും. ഈ നമ്പറിലേക്ക് ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അധികം വൈകിപ്പിക്കുന്നൊന്നുമില്ല മക്കളെ. കട്ട് ഓഫ് പിഒൻ്റെ കട്ട് ഓഫ് ആണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. പ്രിലിംസ് എക്സാമിന് കഴിഞ്ഞ വട്ടം പിഒ എന്ന് പറഞ്ഞാൽ IBPS RRB ഓഫീസർ സ്കെയിൽ 1 അങ്ങനെ ആയിരിക്കും നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവുക. നമ്മൾ കോമൺ ആയിട്ട് PO എന്നും അസിസ്റ്റന്റ് മാനേജർ എന്നൊക്കെ വിളിക്കുന്നു. ഓക്കെ, ഇവിടെ പ്രൊബേഷണറി ഓഫീസർ എന്ന് പറയാറില്ല, ഓഫീസർ സ്കെയിൽ 1 എന്നാണ് പറയാറ്. പ്രിലിംസിന് 80ൽ 48.75 ഉണ്ടായിരുന്നുള്ളൂ കട്ട് ഓഫ്. അപ്പം ഞാൻ പറഞ്ഞു എക്സാം ബുദ്ധിമുട്ടായി എന്ന് പറഞ്ഞാൽ കട്ട് ഓഫിനെ കുറിച്ച് കൂടുതൽ ടെൻഷനൊന്നും അടിക്കേണ്ട, കട്ട് ഓഫ് കുറയും. എക്സാം എളുപ്പമാണെങ്കിൽ കട്ട് ഓഫ് കൂടും, അത്രയേ ഉള്ളൂ. ഇനി ഒരു മുൻ കൊല്ലത്തെ കട്ട് ഓഫ് നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് ഈ കൊല്ലത്തെ കട്ട് ഓഫ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ആർക്കും പറ്റില്ല. കാരണം എന്തുകൊണ്ടാണ്? കട്ട് ഓഫ് ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? ലെവൽ ഓഫ് എക്സാം, ഫസ്റ്റ് ലെവൽ ഓഫ് എക്സാം, പിന്നെ വേക്കൻസി. ഈ 2 കാര്യങ്ങളാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടും കട്ട് ഓഫിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യം. വേക്കൻസി കൂടുതലാണെങ്കിൽ കട്ട് ഓഫ് കുറയും. ഈ വട്ടം വേക്കൻസി കൂടുതലാണ്. എക്സാമിൻ്റെ ലെവൽ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, അത് എക്സാം കഴിഞ്ഞാലേ നമുക്ക് എക്സാമിൻ്റെ ലെവലിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. സോ അതിനെക്കുറിച്ച് ടെൻഷൻ വേണ്ട. കട്ട് ഓഫ് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ജസ്റ്റ് ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. മെയിൻസിൻ്റെ കട്ട് ഓഫ് 72.69 അതിനെക്കുറിച്ചും നിങ്ങൾ ബോധർ ചെയ്യേണ്ട. കാരണം മെയിൻസിൽ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞിട്ടാണ് പിഒൻ്റെ മെയിൻസിൻ്റെ കട്ട് ഓഫ് റിലീസ് ചെയ്യുക. അപ്പോൾ എല്ലാം കൂടിയും ആക്കി അവരൊരു കമ്പൈൻ്റൊക്കെ ആക്കിയിട്ടാണ് കട്ട് ഓഫ് ഇടുക. അതിനെക്കുറിച്ചൊന്നും ടെൻഷൻ അടിക്കേണ്ട. പ്രിലിംസിൻ്റെ കട്ട് ഓഫിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടായാൽ മതി. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസിനെ കുറിച്ച് ഏകദേശം ടഫായപ്പോൾ 48 വന്നു, എളുപ്പമാണെങ്കിൽ ഒരു 66 വരാം എന്നുള്ളൊരു ഐഡിയ മനസ്സിലുണ്ടാവുക. മുൻകൂട്ടി കട്ട് ഓഫ് ഇത്രയാണല്ലോ, എനിക്ക് കഴിഞ്ഞ കൊല്ലത്തെ കട്ട് ഓഫ് 48 ആണെന്ന് പറഞ്ഞ് ഈ വട്ടം എക്സാം എളുപ്പമാണെങ്കിൽ നിങ്ങൾ 48 ക്വസ്റ്റ്യൻ ചെയ്തിട്ട് കാര്യമില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം എന്താ, എക്സാം എളുപ്പമാണെങ്കിൽ കട്ട് ഓഫ് കൂടും. ഇനി കഴിഞ്ഞ കൊല്ലം 76 കട്ട് ഓഫ്, ഇക്കൊല്ലം എക്സാം ടഫാണ്, ഞാൻ കറക്കി കുത്താം, അതിൻ്റെ ആവശ്യമില്ല. കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ആ കൊല്ലത്തെ കട്ട് ഓഫാണ്. ഒരു ഐഡിയ നിങ്ങൾക്കുള്ളതിന് വേണ്ടി മാത്രമാണ് കട്ട് ഓഫ് എന്ന് പറയുന്ന നമ്മൾ അനലൈസ് ചെയ്യേണ്ട കാര്യമുള്ളൂ. പ്രീവിയസ് ഇയർ കട്ട് ഓഫ് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല, ഈ കൊല്ലത്തെ കട്ട് ഓഫ് ആയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, കൂട്ടി കുഴയ്ക്കാനായിട്ട് പാടില്ല. കാരണം കട്ട് ഓഫ് പ്യുവർലി എന്തിനെ മാത്രം ബേസ് ചെയ്തിട്ടാണ്? ഒന്ന് ലെവൽ ഓഫ് എക്സാമും വേക്കൻസീസിനനുസരിച്ചാണ്. ഈ വട്ടത്തെ എക്സാം വളരെ എളുപ്പമാണ്, പക്ഷേ 2 വേക്കൻസി ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എത്ര കുട്ടികളാണ് എഴുതുന്നത്? അതിൽ നമുക്ക് ആവശ്യമുള്ള ആൾക്കാരെ മതി, അപ്പോൾ കട്ട് ഓഫ് കൂടും. അപ്പോൾ വേക്കൻസി കൂടുമ്പോൾ കട്ട് ഓഫ് കുറയും. ലെവൽ ഓഫ് എക്സാമും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുകൊണ്ട് മുൻകൊല്ലത്തെ കട്ട് ഓഫ് ഇത്രയായിരുന്നു എന്നൊന്നും പറഞ്ഞാലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇനി ക്ലർക്കിൻ്റെ കട്ട് ഓഫ് എത്രയായിരുന്നു? 69.75 ആയിരുന്നു. എക്സാം എളുപ്പം എന്ന് പറഞ്ഞാൽ മുൻ വർഷത്തേക്കാൾ ടഫായിരുന്നു. ആദ്യത്തെ കൊല്ലങ്ങളിൽ അത് 77 വരെയൊക്കെ പോവാറുണ്ട്. 80 ആലോചിക്കണം, 77 വരെ പോവാറുണ്ട്, അത് കുറവാണ്. മെയിൻസ് എക്സാമിന് ഏകദേശം 59.25 ആണ്. അവിടെ ഇൻ്റർവ്യൂ ഒന്നുമില്ല, അത് ജസ്റ്റ് ഒന്ന് കേട്ട് വിടാന്നുള്ളതേ ഉള്ളൂ. അപ്പം നിങ്ങൾ മക്കളെ എക്സാമിൻ്റെ മുൻ കട്ട് ഓഫിനെയൊക്കെ കുറിച്ച് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എളുപ്പമായതുകൊണ്ടാണ്, നിങ്ങളെപ്പോലെയുള്ള കുട്ടികൾ തന്നെയാണ് എക്സാം എഴുതുന്നത്, അവർക്ക് ആവശ്യമുള്ള ആൾക്കാരെ അവർ എടുക്കുന്നുമുണ്ട്. അപ്പോൾ കട്ട് ഓഫിനെ കുറിച്ച് പേടിക്കൊന്നും വേണ്ട. നമ്മൾ ചെയ്യാനുള്ള കാര്യം നമ്മൾ ചെയ്യുക, നല്ല വൃത്തിക്ക് ഇരുന്ന് പഠിക്കുക. കട്ട് ഓഫ് എത്രയാണെന്ന് അന്വേഷിച്ച് നടക്കാനൊന്നും പോകണ്ട. അതിനാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. പ്രീവിയസ് ഇയർ കട്ട് ഓഫിനെ കുറിച്ചോ അതേപോലെ മുൻ വർഷങ്ങളിലെ കട്ട് ഓഫിനെ കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. മുൻ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളെ കുറിച്ച് ചിന്തിച്ചോ, ചെയ്ത് പഠിച്ചോ. നല്ല രീതിയിൽ എക്സാമിന് വേണ്ടി ചെയ്യേണ്ട കാര്യമാണ് പറഞ്ഞത്. അതേപോലെ തന്നെ എന്താണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ചെയ്ത് പഠിക്കുക. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലുണ്ടാവുക. കട്ട് ഓഫിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാനൊന്നും നിൽക്കണ്ട, എക്സാം എഴുതാം. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം, ഒരു സന്തോഷ വാർത്തയാണ്. ബാങ്കിങ് കറണ്ട് അഫയേഴ്സ് ക്യാപ്സ്യൂൾ മെയ് എഡിഷൻ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ചെയ്യുന്ന അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ജസ്റ്റ് ഒരു ബ്രീഫ് ഐഡിയ, ഒരു ഇൻഫർമേഷനാണ്. നമ്മളുടെ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഉണ്ട്, RRB. ഈ RRB ആയിട്ട് കൂട്ടി കുഴയ്ക്കേണ്ട. SSC അതേപോലെ ബാങ്ക് അല്ലേ, ഈ 3 എക്സാംസിനും വേണ്ടിയിട്ട് ഒരു സെൻട്രൽ ഗവൺമെൻറ് എക്സാം ബാച്ച് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ബാച്ച് നമ്മുടെ എൻട്രിയിൽ റൺ ചെയ്യുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ബാച്ചാണ്. ഈ ബാച്ചിൽ നിങ്ങൾക്ക് ഫുൾ സിലബസ്, അതായത് ബാങ്കിങ്ങിൻ്റെ
അതേപോലെ SSCയുടെ RRBയുടെ എല്ലാ സിലബസും നമ്മൾ കവർ ചെയ്ത് തരും. അതേപോലെ ഇൻ്റർവ്യൂ കോച്ചിങ്ങും നിങ്ങളുടെ വീക്കർ ഏരിയ ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള കോച്ചിങ് ആണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ 3 എക്സാമിനും വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒറ്റ കോഴ്സിൽ ചേർന്നാൽ പ്രിപ്പറേഷൻ നടത്താം. ടോപ്പായിട്ടുള്ള എഡ്യൂക്കേറ്റേഴ്സിൻ്റെ ക്ലാസ്സാണ്. ഡ്യുവൽ മെൻറ്റർഷിപ്പ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചും കൂടുതൽ അറിയാനായിട്ട് ഞാൻ നേരത്തെ സ്പെസിഫൈ ചെയ്ത നമ്പർ ഉണ്ടല്ലോ, അതാ ആ നമ്പർ തന്നെയാണ് ഈ നമ്പർ. ഇതിലേക്ക് ജസ്റ്റ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെൻട്രൽ ഗവൺമെൻറ് എക്സാം ബാച്ചിലേക്കും നിങ്ങൾക്ക് വേണ്ട ഫുൾ ഡീറ്റെയിൽസും ഇൻഫർമേഷൻസും നമ്മളുടെ കൗൺസിലിംഗ് ടീം തരുന്നതായിരിക്കും. അപ്പോൾ ഇത്ര കാര്യങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ ആരും കട്ട് ഓഫിനെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട, കട്ട് ഓഫ് ഒക്കെ അവിടെ ഉണ്ടാവും. ഈ കൊല്ലത്തെ എക്സാം എങ്ങനെയാണോ അത് പോയി എഴുതാം. നമുക്കാണ് ഉള്ളത് ഒരു പോസ്റ്റ്, അതിൽ എനിക്കാണ് എന്ന് മനസ്സിൽ ഉറപ്പിക്കുക. ബാക്കി പോസ്റ്റൊക്കെ ആര് വേണമെങ്കിലും എടുത്തോട്ടെ, ആ ഒരു പോസ്റ്റിൽ ഞാൻ കോമ്പറ്റീറ്റ് ചെയ്യും, അതെനിക്ക് കിട്ടും. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാം. അപ്പം നിങ്ങളുടേതാവട്ടെ ഈ 2024. കാരണം എന്താ, 2025 ജാനുവരിയിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതാണ് പറയുന്ന RRB. അപ്പം ഇക്കൊല്ലം തന്നെ എല്ലാവർക്കും ജോലി കിട്ടട്ടെ, എല്ലാവരും സെറ്റാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.